ഇതിങ്ങനെ നല്ലടാ. പൊളി പൊളി, നല്ല പൊക്കാ പോയത്. നക്കല്ലേട്ടാ തന്നോ എന്നാടേട്ടത്. കൈ മാറ്റന്നു ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ. അടിക്കാനേ ഇനത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഓ അടിപൊളി, പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. ബാറ്റ് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മള് നേരെ ഇനി ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടി കോർട്ടിലേക്ക് പോവാ കേട്ടോ. വെരി നൈസ്, ഗുഡ് ആംബിയൻസ്. വിഷ്ണുച്ചാ നോക്ക് നോക്ക്, നൈസ്. ഇവിടെ കുഞ്ഞൊരു കനാല് പോലെയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. നാച്ചുറൽ വാട്ടർ, നല്ല തെളിനീര് പോലത്തെ വെള്ളം. ധ്വനി ധ്വനി അമ്മ നോക്കിക്കേ. ഓക്കെ, കോട്ട് നല്ല അടിപൊളി കോട്ട്. കാറ്റേ നീ വീശരുതിപ്പോ. അടി പോയി. വീശി പോയി. കൊടുക്കോ കൊടുക്കും. വേറെ ആൾക്കാരൊന്നും കൊണ്ടുപോയാ ഔട്ട്. വീശി പോയി. അല്ല വെയിലടിച്ചു. അയ്യോ അയ്യോ, മേത്തൊക്കെ അടിക്കരുത്. നീങ്ങിന്നെ തോറ്റാ. പോയി ഇങ്ങോട്ടാ. എടാ വീഡിയോ എടുത്തു. കർത്താവേ, അതല്ലേ വെയിൽ കാരണം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ചേട്ടാ പൊളിയാണ് ചേട്ടാ, എനിക്ക് മനസ്സിലായി. ഈ സാധനം ഊരിപ്പോന്നടാ, ഈ സാധനം ഊരിപ്പോയായിരുന്നു. ഞാൻ പോടുന്നു. എനിക്കറിയാം ചേട്ടാ, ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ്.
ഇതെന്താ ഔട്ടോടാ ഔട്ടാ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അടിച്ചു കളിക്കാൻ. അശോകന് ക്ഷീണമാവാ പോയിട്ട് എന്നെ ഇവിടെ ഒന്നിക്കോട്ടോ കലോ. നീ എവിടെയെങ്കിലും നിന്ന് കളിക്കും. ഓട്ട മത്സരോ ഒന്ന് ഓടിച്ചാ മതി. അപ്പൊ തന്നെ ചിരിക്കാം. അത് കൊടുക്ക്. പ്രതീക്ഷ നീങ്ങല്ലേ അങ്ങനെ ഊളക്കളി എല്ലാം പുറത്തടിച്ചിരുന്നു. അയാളൊക്കെ കണ്ടപ്പോഴേ തോന്നിയതൊക്കെ. അടിക്കൂല, അത്ര അടിക്കൂല. അങ്ങനെ അടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നീ ഇതാ നടത്തുന്ന തരാൻ പറ്റും. എന്താ അടിക്കാത്ത എന്താ അടിക്കാത്ത കളിച്ചേ കളിച്ചേ. ഇപ്പൊ അയ്യോ എടാ ഫോക്കസ് മൈ വീഡിയോ. എടാ വീഡിയോ ഫോക്കസ്. തെന്നരുത് കേട്ടാ, നല്ല വീഴ്ച വീഴും. കഴിഞ്ഞു 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 ചേട്ടാ അതടിച്ചതിനടുത്ത് താഴെ കിടക്കും. അയ്യോ അതോടിഞ്ഞോണ്ടല്ലേ ഞാൻ അടിച്ചാ. ആ പിന്നെ പോയി. അയ്യോ ഇങ്ങനത്തെ ഇടലട്ടാ. അയ്യാ കടിക്കാട്ടാ. ഇതെന്തോ എന്നിട്ട് ഓടിക്കണേ. അവള് മമ്മൂട്ടിയാണ്. അവളുടെ അടുത്തേക്ക് വന്നാലേ അത്ര നല്ല ഇടിക്കുള്ളൂ. ഞാൻ നിന്നെ ഓടിക്കാം. ഇതെന്താണെന്ന് പറ്റാ. പോയി പോയി പോയി. ഇപ്പൊ കേറാ. പോരട്ടെ പോരട്ടെ. ചേട്ടാ ചേട്ടൻ എന്താ ചേട്ടാ ഇതെന്താണ് ഈ പോണത്? എടാ മരുത്ത് അവനെ വിളിച്ചോണ്ട് പോണ.
കിട്ടിയില്ലടാ. രാവിലെ വെള്ളം കേട്ടോ. സെന്റി ഔട്ടായി. മറ്റൊരു സെന്റി ഔട്ട്. അതെ. എവിടെ നിന്ന് എടുക്കും? എന്തിനാണ്? എടുത്തല്ല ഞാൻ വരെ വന്നു. കാട്ടാന കൊന്നു. കാട്ടാന ആര്? കാട്ടാന കൊന്നു. ആര്? കാട്ടാന കൊന്നു. കാട്ടാന ആര്? അമ്മൂമ്മ സംസാരിക്കാനായിട്ടില്ല. എന്തോ കടം നോക്ക് കിടന്ന്. അയ്യോ ക്ഷണിച്ചോടാ അമ്മേ. അടിപൊളി. അവിടെ നിക്ക് ദേവ്. അപ്പ പറയണോലോ. വിറച്ച് പല്ലൂട്ടി അടിക്കണ്. എന്താണത്? പല്ലൂട്ടി അടിക്കണ. ചാടരുതേട്ടാ. സ്റ്റെപ്പാണോ? സ്റ്റെപ്പാണോ അതേപോലെ? ഇറങ്ങണ്ടാട്ടാ. ഇങ്ങടെ കയറിക്കോ. ഇങ്ങടെ കയറിക്കോ. നല്ല ഉറപ്പുണ്ടല്ലോ വെള്ളത്തില്. പക്ഷെ ഇച്ചിരി ചൂടുള്ള മുങ്ങി മുങ്ങി മുങ്ങി. ഇതെങ്ങനെ നീന്തണത്? മത്സ്യകന്യകന ഇവിടെ അല്ല പിള്ളേരെ ഇങ്ങോട്ടോ
വെള്ളം പോട്ട് അടിക്കാൻ നേരത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ കൈ അടിക്കാം. ഇത്ര താറ്റില്ലല്ലോ അവർക്ക് അടിക്കാൻ പറ്റിയതില് അടിക്കണേ. ഞാൻ ഒരു പോയിന്റ് കളി തുടങ്ങിട്ടോ. കുറച്ച് കേറി ശേ അവിടെ കിടത്തിട്ട് ഒന്നും കൂടെ എടുത്തോണ്ട് വരുവാ. ഞാൻ പോട്ടെ. അവരെടുത്ത് പറഞ്ഞേ അച്ഛൻ നിന്നെ ഉമ്മ വെച്ചാൽ എനിക്കൊരു ഉമ്മ വെച്ചാൽ എനിക്ക് ഉറക്കം പറ്റുന്നു. അങ്ങനെ പൂളും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകുന്നു, ഫ്രഷപ്പ് ആവുന്നു, ലഞ്ച് കഴിക്കുന്നു, സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുന്നു. സൈറ്റ് സീയിങ് അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ഒന്നും എടുക്കല്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല എക്സ്പെൻസ് കിട്ടും. ഒരു 3000 രൂപയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞത്. പിന്നെ ഓരോടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 1000-2000 ഒക്കെ വെച്ച് കിട്ടുമായിരിക്കും. പക്ഷെ അത് വേണ്ടാന്ന് വിചാരിച്ചു, കാരണം നമുക്ക് കുറച്ച് റീൽസ് എടുക്കാനുണ്ട്, ഫോട്ടോസ് എടുക്കാനുണ്ട്, വീഡിയോസ് എടുക്കാനുണ്ട്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഗാർഡനിൽ പോകാനുണ്ട്, വെജിറ്റബിൾ ഗാർഡൻ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതാണ് വെള്ളമൊക്കെ, അതൊക്കെ കൊണ്ട് നമ്മൾ നൈസായിട്ട് കുറച്ച് ഡിലേ ആക്കണ്ട കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മള് ക്യാമ്പ് ഫയറിന് പോവാണ്. ഇപ്പൊ ഒരു 8 മണി ആവാറായി. അപ്പൊ നൈസായിട്ട് ഗൈസ് എന്ന് പറഞ്ഞു, പിന്നെ അങ്ങോട്ട് പോയി. അപ്പൊ ക്യാമ്പ് ഫയറിന് പോവാണ്. അപ്പൊ നോക്കട്ടെ കേട്ടാ എങ്ങനെ ഉണ്ടെന്ന്. സോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ് മീൻസ് നല്ല അടിപൊളി തണുപ്പുണ്ട്. പോരാത്തതിന് ചെറിയൊരു ചൂട്. ഈ തീ അണയുന്ന വരെ ഉള്ളൂ ക്യാമ്പ് ഫയർ. സത്യത്തിൽ ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:15 വരെ മാക്സിമം അവർ വെച്ച് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ടും പരിപാടിയൊക്കെ നിർത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടാം, ഡാൻസൊക്കെ കളിക്കാം. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അവരുടെ സൈഡിൽ നിന്ന് വേറെ പാട്ടോ ക്യാമ്പ് ഫയറോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, എൻജോയ് ചെയ്യാം. 2 എണ്ണം അടിക്കണമെങ്കിൽ അടിക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കുറേ കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പെരുമ്പാവൂർ, ആലുവ, തൃപ്പൂണിത്തറ, പിന്നെ ഇവിടെ എന്താണ് പാലാരിവട്ടം, അവിടെയുള്ള ഏറെക്കുറെ എറണാകുളംകാർ തന്നെയായിരുന്നു. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർക്കാം. അടിപൊളിയായിരുന്നു. നമ്മൾ പോയ കാര്യങ്ങൾ എന്താണെങ്കിലും സൂപ്പറായിട്ട് നടന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ട്രിപ്പ് മോഡിൽ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ പ്രഷറും ഈ എന്താ പറയുക ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും പാടില്ല. ഓക്കെ, അത്തായം വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി. കുച്ചാണ്ടി പാനം കത്തനുമാ വയല പൊട്ടിക്ക് പാനം കത്തനുമാ പോയപ്പോ വീട്ടിൽ പറമ്പത്തൊരു ചേരത്തണ്ടൻ ഞാനൂണ്ടളിയനും കൂടി ഞാനൂണ്ടളിയനും കൂടി വീട്ടുപറമ്പി പോയപ്പോ വീട്ടു പറമ്പത്തൊരു ചേരത്തണ്ടൻ